ആധ്യാത്മികാനുഭൂതിയുടെ വിളനിലമാണ് പ്രയാഗ്രാജിലെ മഹാകുംഭനഗരി. തീർത്ഥങ്ങളുടെ രാജാവായ പ്രയാഗ്രാജ് ത്രിവേണി തീർത്ഥത്തിലുള്ള സ്നാനത്തിനും അപ്പുറം ഋഷിപരമ്പരകളുടെ അനുഗ്രഹം തേടിയാണ് ഭക്തശതകോടികൾ മഹാകുംഭമേളയ്ക്ക് എത്തുന്നത്. പുലർച്ചെയുള്ള കുംഭനഗരിയിലെ കാഴ്ചകളും ഭക്തരിൽ മറ്റൊന്നില്ലാത്ത അനുഭൂതിയാണ് നൽകുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, എന്തൊക്കെ കാഴ്ചകൾ ഇന്നവിടെ നിന്ന്? ഓരോ മനുഷ്യരും വലിയ ഊർജത്തിൻ്റെ മഹാകുംഭമാണ്. ആ മഹാകുംഭം വീണ്ടും സ്വാഭാവിക ഊർജത്തിലൂടെ നിറയ്ക്കാൻ, അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകൾ പലതുണ്ട്, മെഡിറ്റേഷൻ, യോഗ അടക്കമുള്ള ഊർജ സ്രോതസ്സുകളുണ്ടെങ്കിലും സ്വാഭാവിക ഊർജം ഒരു മനുഷ്യനിലേക്ക് നിറയ്ക്കുവാൻ അല്ലെങ്കിൽ അത് സാധ്യമാകുന്ന ഭൂമിയാണ് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമ ഭൂമി. പ്രത്യേകിച്ച് തീർത്ഥങ്ങളുടെ രാജാവാണ് പ്രയാഗ്രാജ് എന്നറിയപ്പെടുന്നത്. ആ തീർത്ഥഘട്ടത്തിൽ സ്നാനം ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യായുസ്സിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമായി കരുതുന്നു. അതിനാൽ തന്നെയാണ് ഈ ജനകോടികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഏതാണ്ട് 45 കോടി ജനങ്ങൾ ഈ ഒരു തീർത്ഥാടന കാലയളവിൽ, 45 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലയളവിൽ എത്തുമെന്നുള്ളതാണ് കരുതുന്നത്. പ്രതികൂല കാലാവസ്ഥയാണ്. ഏതാണ്ട് പ്രയാഗ്രാജിൽ ഇപ്പോൾ 7 ഡിഗ്രിയിൽ താഴെ മാത്രമാണ് താപനില നിൽക്കുന്നത്. മാത്രമല്ല വലിയ തണുത്ത കാറ്റടിക്കുന്നു. കാഴ്ചപരിധിയാണെങ്കിൽ ഏതാണ്ട് 20 മീറ്ററിൽ താഴെ മാത്രമാണുള്ളത്. ഇത്തരമൊരു പ്രതികൂല കാലാവസ്ഥയിലും ഈ ജനങ്ങൾ ഇവിടേക്ക് തടിച്ചുകൂടുവാൻ, അല്ലെങ്കിൽ ഈ പ്രയാഗ്രാജിൽ ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുവാനുള്ള കാരണം ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഊർജം മാത്രമാണ്. ഈ സ്നാനഘട്ടത്തിലൂടെ മാത്രമല്ല ഈ ഒരു ഊർജ പ്രവാഹമുള്ളത്. ഇവിടെ ഋഷി പരമ്പരകളുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. അതിനാൽ തന്നെ അവരുടെ ഒരു സാന്നിധ്യത്തിലൂടെ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്പർശനത്തിലൂടെ ഊർജം അവരിലേക്ക് കൂടുതൽ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കൂടുതൽ ആവാഹിക്കാൻ കഴിയുന്ന ഒരു പുണ്യ തീർത്ഥക്ഷേത്രമാണ് പ്രയാഗ്രാജ് എന്നുള്ളതാണ്. ഇവിടെ സന്യാസി വര്യന്മാരുടെ വലിയ ഒരു സാന്നിധ്യം തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ നമ്മളോടൊപ്പം ഇപ്പോൾ സ്വാമി ആനന്ദവനം, അദ്ദേഹം ജൂനാഗാഡയിലെ സന്യാസിയാണ്. ഈ സ്വാഭാവികമായി അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് ഇവിടെ കണ്ടുമുട്ടിയതാണ്. സ്വാമിജി നമസ്കാരം. ഇവിടെ വലിയൊരു ജനപ്രവാഹം തന്നെയാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയാണ്. എന്താണ് ഇവിടേക്ക് ഇത്ര ആകർഷിക്കുവാനുള്ള ഒരു കാരണമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ധർമ്മത്തിൻ്റെ ശക്തിയാണ്. ഭാരതഭൂമിയിലെ ഹിന്ദു ധർമ്മത്തിൻ്റെ ശക്തിയാണ്, അതിൻ്റെ വിരാട് സ്വരൂപമാണ് ഇവിടെ പ്രകടമാകുന്നത്. ചെറിയ ചെറിയ അരുവികളായിട്ട് മഹാസാഗരത്തിലേക്ക് ജലം ഒഴുകിയെത്തുന്നത് പോലെ ഈ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ പ്രതികൂലമായിട്ടുള്ള എല്ലാ കാലാവസ്ഥകളെയും, ഇപ്പോൾ ഇവിടെ 2 ദിവസം ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗംഗാതടം എന്ന് പറയുന്നത് വളരെ ഒരു പൂഴി മണ്ണ് നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ആ മഴ, അതിന് വരുന്ന കടുത്ത തണുപ്പ്, ഇവിടെ ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിന് ഇപ്പോൾ കാണാത്ത തരത്തിലുള്ള മൂടൽ മഞ്ഞാണ്. ഈ മഞ്ഞിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് ധാരാളം ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ, ഇപ്പോൾ ട്രെയിനിലാണെന്നുണ്ടെങ്കിലും ബൈ റോഡാണെന്നുണ്ടെങ്കിലും ഒക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. 1 മീറ്റർ 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് വഴി കാര്യങ്ങൾ കാണുക, സംഗതികളൊക്കെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് ആ പ്രയാസങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഒരു ഐസ് വെള്ളത്തിൻ്റെ തണുപ്പാണ് ഇപ്പോൾ ഗംഗയ്ക്ക് ഉള്ള ഒരു തണുപ്പ്. ആ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ, ഏകദേശം 10 ലക്ഷത്തോളം ആളുകളാണ് ഓരോ ദിവസവും അതിപുലർച്ചെ, അതായത് പുലർച്ചെ ഒരു 4 മണി തൊട്ട് ഇവിടെ ഗംഗ യമുന ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും പ്രതിബന്ധങ്ങളെ അല്ലാതായി മാറുകയാണ് ഈ വിശ്വാസത്തിൻ്റെ ദൃഢതയ്ക്ക് മുമ്പിൽ, ഹിന്ദുധർമ്മത്തിൻ്റെ ഒരു വിരാട് സ്വരൂപത്തിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ഒരു ഭാഗമായി മാറാൻ വേണ്ടിയിട്ട് ഈ ഭാരത സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ മനുഷ്യരും കൊതിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഇവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല കാരണങ്ങളാൽ പറ്റാതിരിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിശേഷതയായിട്ട്. അങ്ങനെ മലയാളികൾ ഒരുപാട് പേര് ഇവിടെ ഈ കുംഭമേള നഗരിയിലേക്ക് എത്തിച്ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ വരാൻ സാധിക്കും? അങ്ങ് ഇവിടെ ഈ കുംഭമേളയ്ക്ക് മുമ്പേ തന്നെ ഈ ജൂനാഗാഡയുമായി ബന്ധപ്പെട്ട് ഇവിടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നയാളാണ്. അതുകൊണ്ട് എങ്ങനെ ഇവിടെ ഈ മലയാളികൾക്ക് എത്തിച്ചേരാൻ പറ്റും? വിമാനമാർഗമാണോ എളുപ്പം, അതോ ട്രെയിൻ മാർഗമാണോ എളുപ്പം? ഏറ്റവും എളുപ്പം വിമാനമാർഗമാണ്. കാരണം പ്രയാഗ്രാജ് എയർപോർട്ട് ഉണ്ട്, അത് കുംഭമേളയുടെ അനുബന്ധിച്ചിട്ടാണ് എയർപോർട്ട് ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ വാരണാസി, ലക്നൗ, അയോധ്യ തുടങ്ങിയ ഒരു 150 കിലോമീറ്ററിനുള്ളിൽ ഇവിടേക്ക് റോഡ് മാർഗം എത്തിച്ചേരാവുന്ന തരത്തിലുള്ള എയർപോർട്ടുകളുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റും. രണ്ടാമത്തെ മാർഗം ട്രെയിൻ മാർഗമാണ്. ട്രെയിൻ മാർഗം പ്രയാഗ്രാജ് ജംഗ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ നിന്നുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെ വരുന്നത് ആ എയർപോർട്ടിലാണ്, റെയിൽവേ സ്റ്റേഷനിലാണ്. പ്രയാഗ്രാജ് ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രയാഗ്രാജിൽ 8ഓളം റെയിൽവേ സ്റ്റേഷനുകൾ,
പ്രയാഗ്രാജ് സംഘമാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ സംഘം പല സമയത്തും വലിയ തിരക്ക് വരുമ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പ്രയാഗ്രാജ് ചെക്കോയ്, പ്രയാഗ്രാജ് രാംബാഗ്, ജൂസി, നൈനി, ഭാപാമൗ, സുബേദാർഗഞ്ച് തുടങ്ങിയിട്ടുള്ള 8ഓളം സ്റ്റേഷനുകൾ തൊട്ടടുത്തടുത്തുണ്ട്. നമ്മുടെ അവിടെ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റേഷനുകൾ പ്രയാഗ്രാജ് ജംഗ്ഷനും പ്രയാഗ്രാജ് ചെക്കോയുമാണ്. പക്ഷേ ഏതെങ്കിലും മുംബൈ, ചെന്നൈ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേഷനുകളൊക്കെ തൊട്ടടുത്തുണ്ട്. ഈ സ്റ്റേഷനുകളിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് എത്താം. അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കാൺപൂർ സ്റ്റേഷൻ, നമ്മുടെ അവിടെ നിന്നുള്ള റപ്തിസാഗർ എക്സ്പ്രസ് കാൺപൂർ സ്റ്റേഷനിലേക്ക് വരുന്നതാണ്. അവിടെ നിന്ന് ഒരു 120 കിലോമീറ്ററാണ് ബൈ റോഡ് ഇങ്ങോട്ട് എത്താനുണ്ടാവുക. അവിടെ എത്തിച്ചേർന്നാൽ എങ്ങനെയായിരിക്കും ഈ താമസവും കാര്യങ്ങളും? അങ്ങനെ ചില ആശങ്കകൾ ഈ മലയാളികളായിട്ടുള്ള തീർത്ഥാടകർക്കുണ്ട്. അങ്ങനെ ഒരു പക്ഷേ പലർക്കും അത് സംബന്ധിച്ചിട്ടുള്ള കോളുകൾ ലഭിക്കുന്നുണ്ട്. ആ താമസത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഗംഗാതീരത്തേക്ക് വന്നു പോകുന്നത്. യാതൊരു ആശങ്കകളും ഇല്ലാതെയാണ് ഇവിടെ വരുന്നത്. കാരണം ഗംഗാമയ്യയുടെ ഈ മാർത്തണം എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്ന ഒരു അമ്മയുടെ ഹൃദയമാണ്. അപ്പോൾ ഈ ഇവിടുത്തെ താമസ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് പ്രയാഗ്രാജ് സിറ്റിയിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള പലതരത്തിലുള്ള ലോഡ്ജ് സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇവിടെ തന്നെ ടെൻറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്ന ടെൻറ്റുകൾ ലഭ്യമാണ്. പിന്നെ ആശ്രമങ്ങളുടെ 3 ലക്ഷത്തോളം ആശ്രമങ്ങളുടെ സൗകര്യങ്ങളുണ്ട്. ആ ആശ്രമങ്ങളിൽ സാമാന്യമായിട്ട് നമ്മൾ ചെന്ന് ചേരുമ്പോൾ ഒരുവിധം എല്ലാ ആശ്രമങ്ങളിലും തന്നെ വരുന്ന തീർത്ഥയാത്രികർക്കുള്ള താമസ സൗകര്യവും മറ്റുള്ള കാര്യങ്ങളും ലഭിക്കും. അങ്ങനെ പിന്നെ ഡോർമെട്രി സൗകര്യങ്ങൾ വളരെ അത്യാവശ്യം എല്ലാവർക്കും താങ്ങാവുന്ന രീതിയിൽ ലഭ്യമാകാവുന്ന ഡോർമെട്രി സൗകര്യങ്ങളും മേള നഗരിയിൽ ലഭ്യമാണ്. യാത്ര എങ്ങനെയാകും? അതായത് ഗംഗയുടെ 2 തീരത്തായിട്ടാണ്, അതായത് തീർത്ഥഘട്ടം ത്രിവേണി സംഗമഭൂമി ഒരിടത്ത്, ഈ മറ്റൊരു കരയിലാണ് ഈ ആശ്രമങ്ങളും മറ്റും. അവിടേക്കുള്ള സഞ്ചാരം എങ്ങനെയാകുമെന്നുള്ളത്? ഇവിടെ 30ഓളം താൽക്കാലിക പാലങ്ങൾ, വെള്ളം വന്നാൽ പൊങ്ങിക്കിടക്കുന്ന വലിയ ഇരുമ്പ് ഡോമുകളിൽ പാണ്ടൂൺ പുൾ എന്ന് പറയുന്ന 30ഓളം താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചിട്ടാണ് ഈ യാത്ര നടത്തുന്നത്. ഈ ഗംഗാ തടത്തിൽ തന്നെ, ഈ മണൽത്തിട്ടയിൽ തന്നെ 1000 കിലോമീറ്ററോളം വരുന്ന റോഡുകളാണ് നേടെയും കുറുകയും ആക്കിയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റോഡുകളിലൂടെ തിരക്കില്ലാത്ത സമയങ്ങളിൽ, അതായത് രാജകീയ സ്നാന ദിവസങ്ങളുണ്ട്. ആ രാജകീയ സ്നാനങ്ങൾ ഇനി വരുന്നത് ജനുവരി 29 മൗനി അമാവാസി, ഫെബ്രുവരി 3 വസന്ത പഞ്ചമി, ഫെബ്രുവരി 12 മാഘപൗർണമി, 26 ശിവരാത്രി. ഈ ദിവസങ്ങൾ, അതിൻ്റെ തലേ ദിവസം, അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം, ഇത്രയും ദിവസങ്ങളിൽ വലിയ തിരക്കുകളുണ്ടാവും. ആ തിരക്കുള്ള സമയത്ത് കാൽനട പോലും ചില സമയത്ത് ബ്ലോക്ക് ചെയ്യും. മറ്റുള്ള സമയങ്ങളിൽ നമുക്കിവിടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷകൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ലഭ്യമാണ്. ഒരു വലിയൊരു അളവോളം റോഡുകളിലൂടെ ടാക്സിയും സഞ്ചരിക്കും. കേട്ടറിഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ അടുത്ത ഷാഹി സ്നാൻ 29 അല്ലെങ്കിൽ ഫെബ്രുവരി 3 2 ഈ മഹാ അമൃത സ്നാൻ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ ശൈവ പരമ്പരയിലുള്ള സന്യാസിമാർ ശിവരാത്രി ആഘോഷിക്കാനും മറ്റും അവരുടെ അഖാഡകളിലേക്ക് പോകും. പിന്നീട് വൈഷ്ണവ പരമ്പരയിലുള്ള സന്യാസിമാരുടെ ഒരു സാന്നിധ്യമാകും ഇവിടെയുണ്ട്, ഈ ത്രിവേണി സംഗമഭൂമിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ സ്വാഭാവികമായും മലയാളികൾക്കടക്കം ഈ സന്യാസിമാർ അല്ലെങ്കിൽ നാഗസന്യാസിമാർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വേഷഭൂഷാദികൾ, അത്തരമൊരു സങ്കല്പമുണ്ട്. ഈ വൈഷ്ണവ സന്യാസിമാർ അല്ലെങ്കിൽ നാഗസന്യാസിമാരെ കാണേണ്ട അല്ലെങ്കിൽ അത്തരം തീർത്ഥാടകരുണ്ടെങ്കിൽ അവർ ശരിക്കും ഈ 23-ാം തീയതിക്ക് മുമ്പ് തന്നെ എത്തേണ്ടതല്ലേ? അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. അങ്ങ് പറഞ്ഞതിൽ പറയുന്ന സംഗതിയിൽ നമ്മൾ മൗനി അമാവാസിയാണ് സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ 3 തരത്തിൽ പറയും. അതായത് സന്യാസിമാർ, വൈരാഗികൾ, വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെട്ട വൈരാഗികൾ, പിന്നെ ഉദാസീനുകൾ. ഇതിൽ സന്യാസി ശങ്കര ദശനാമി പരമ്പരയിലുള്ള സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം മൗനി അമാവാസി സ്നാനത്തോടുകൂടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് വസന്തപഞ്ചമി എന്നുള്ളത് കൊണ്ട് വസന്തപഞ്ചമി. അങ്ങനെ ഫെബ്രുവരി ഒരു 5 കഴിയുന്നതോട് കൂടിയിട്ട് നല്ലൊരു വിഭാഗം സന്യാസിമാർ അഖാഡകളിലേക്കും ഒക്കെ ഇപ്പോൾ കാശിയിലേക്കും നമ്മുടെ ആസ്ഥാനമായിട്ടുള്ള ജൂനാഗഡ്, ഗിർനാറിലെ ജൂനാഗഡിലേക്കും തിരിച്ചു പോകും. അവിടെ ഒരു മൂലസ്ഥാനം എന്ന് പറയുന്ന രീതിയിലുള്ള ഏറ്റവും ഇതുള്ളത്. അപ്പോൾ അത് പക്ഷേ എന്നാൽ പോലും ഏകദേശം പകുതിയോളം നാഗാസാധുക്കളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും. ടെൻറ്റുകളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ടുണ്ടാവും. പൗഷപൗർണമി ഇതുപോലെ വൈഷ്ണവർക്ക്, വൈരാഗികൾക്ക് പ്രധാനപ്പെട്ട ഇതാണ് മാഘപൗർണമി, ഫെബ്രുവരി 12 വരുന്നത്. പിന്നെ ശിവരാത്രി വരുമ്പോൾ ഇവിടെ അധികവും ഉണ്ടാവുക പ്രയാഗ്വാഡ് എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളിലെ UP, ഡൽഹി, ഹരിയാന തുടങ്ങിയുള്ള ഭക്തജനങ്ങളുടെ ഒരു സംഗമം കൂടിയായിരിക്കും. അപ്പോൾ ഈ മാഘപൗർണമി കഴിയുന്നതോടുകൂടി വൈരാഗികളുടെയും ഒരു പ്രധാനപ്പെട്ട ഭാഗം തിരിച്ചു പോകും. പക്ഷേ 60 ലക്ഷത്തോളം സാധുക്കളാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഫെബ്രുവരി അവസാനം വരെ വരുമ്പോഴും ഈ നാഗസന്യാസിമാരും വൈരാഗികളെയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും.
ഒരു കാര്യം കൂടി, ആരൊക്കെ ഈ കുംഭമേളയിൽ പങ്കെടുക്കണം എന്നുള്ളത്, അതായത് ഗൃഹസ്ഥർ പങ്കെടുക്കണോ അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് കടക്കുന്നവരാണോ പങ്കെടുക്കേണ്ടത്, ആത്മാന്വേഷികൾ മാത്രമാണോ പങ്കെടുക്കേണ്ടത്, അങ്ങനെ ചില ചോദ്യങ്ങളും മറ്റും ഉയരുന്നുണ്ട്. എന്താണ് തോന്നേണ്ടത്? ഇത് ആത്മാന്വേഷികൾക്കും സാധകർക്കും സന്യാസിമാർക്കുമൊക്കെ ഈ കുംഭമേള എന്ന് പറയുന്നത് അവരുടെ സാധനയുടെ തപസ്സിൻ്റെ ഭാഗമാണ്. അതേസമയം ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ അമൃതിൻ്റെ സാന്നിധ്യമുള്ള തീർത്ഥഘട്ടത്തിൽ സ്നാനം ചെയ്യുകയും നിരവധി സന്യാസി മഹാത്മാക്കൾക്കൊപ്പം സ്നാനം ചെയ്യുകയും അവരുടെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് വലിയൊരു ആധ്യാത്മിക ഊർജം പകരുന്ന ഒന്നാണ്. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള പൂർവാർജിതമായ പാപങ്ങളിൽ നിന്നുള്ള മുക്തിയും മോക്ഷപ്രാപ്തിക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ഒരു പരിവർത്തനവും സംഭവിക്കുന്ന സ്ഥലമാണ് ഈ കുംഭമേള. ഇപ്പോൾ ഇവിടെ വരുന്ന കോടിക്കണക്കിന് ജനങ്ങൾ, ലോകത്തിൻ്റെ ഭിന്ന ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ വരുന്നത് അത്തരത്തിലുള്ള ഈ സന്യാസിമാരുടെ ഒപ്പം മഹാത്മാക്കളുടെ ഒപ്പം അമൃതസ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഹിന്ദു സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സ്നാനത്തിൻ്റെ, ഈ കുംഭമേളയുടെ ഭാഗമായി തീരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് ആരെയും വേർതിരിച്ച് നിർത്താത്ത മേള. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, പാശ്ചാത്യ ലോകമൊക്കെ ബോഡി പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സന്യാസിമാർ ഈ സംസ്കൃതിയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള, സന്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള മഹാമണ്ഡലേശ്വർമാരായിട്ട്, ആചാര്യ മഹാമണ്ഡലേശ്വർമാരായിട്ട്, ഇവിടെ കിന്നരന്മാർ എന്നുള്ള ഭാഷയിലാണ് പറയുക, അത്തരത്തിലുള്ള സന്യാസി പരമ്പരയുടെ ഏറ്റവും വലിയ ഉയർന്ന ആചാര്യ പദവിയിലെത്തി അവരെ ആദരിക്കുന്ന ഒരു സംസ്കൃതിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആരെയും, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ വർണ്ണമായിക്കോട്ടെ, അങ്ങനെ യാതൊരു വേർതിരിവുകളുമില്ലാത്ത ആധ്യാത്മിക അനുഭൂതിയുടെ വിശ്വാസികളുടെ വലിയൊരു മനുഷ്യ സംഗമമാണ് കുംഭമേള എന്ന് പറയുന്നത്. ആ കുംഭമേളയെ പറ്റി ഏതാണ്ട് അതിൻ്റെ പൂർണ്ണ രൂപം ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇത് UP സർക്കാരിൻ്റെ വലിയ ഒരു ആസൂത്രണ മികവ് കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയാൻ കഴിയും. കാര്യം പ്രത്യേകിച്ച് ഇത്ര കോടി ജനങ്ങൾ വരുമ്പോൾ എല്ലാവരും സംതൃപ്തരെന്നുള്ളതാണ്. അവർക്ക് വേണ്ട കുടിവെള്ളമാണേലും ഭക്ഷണമാണേലും ഒരുക്കുന്ന കാര്യത്തിൽ UP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ, വേണ്ട സമയത്തുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു താൽക്കാലിക നഗരം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ ഈ നിൽക്കുന്ന ഭൂമിയിലടക്കം ഗംഗ വലിയ രീതിയിൽ ഒഴുകിയെത്തുന്ന സ്ഥലമാണ്. അതായത് വർഷകാലത്ത് ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞ് ഏതാണ്ട് 10 ആളിലധികം പൊക്കത്തിൽ വെള്ളം നിറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ താൽക്കാലികമായി മണ്ണ് ഇട്ട് ഇത്തരമൊരു താൽക്കാലിക നഗരം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം താൽക്കാലിക ടെന്റുകൾ നിർമ്മിച്ച് 4.5 ലക്ഷത്തിലധികം വൈദ്യുതി കണക്ഷനുകൾ നൽകി അത്രത്തോളം തന്നെ കുടിവെള്ള പൈപ്പ് ലൈനുകളും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ മികവ് തന്നെയാണ്. ഏതായാലും തീർത്ഥഘട്ടം അത് ശിവരാത്രി ദിനമായ ഫെബ്രുവരി 26 വരെ തുടരും. പ്രതികൂല കാലാവസ്ഥ പല ദിവസങ്ങളിലുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഭക്തർ സ്നാനം ചെയ്യാൻ എത്തുന്നു. അത്രമാത്രം വിശ്വാസം ഈ പ്രയാഗ്രാജിൽ, ത്രിവേണി സംഗമ ഭൂമിയിൽ, തീർത്ഥങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന ഈ കുംഭമേള നഗരിയിൽ അവർ സ്നാനം ചെയ്യാൻ എത്തുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ഊർജം തന്നെയാണ് അതിന് പ്രധാന കാരണം. അതിനൊപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു സാന്നിധ്യവും വളരെ പ്രധാനമാണ്. ഈ കാണുന്ന തീർത്ഥഘട്ടത്തിലാണ്. ഇത് ത്രിവേണി സംഗമ ഭൂമിയാണ്. ഗംഗാ നദിയുടെ 12 കിലോമീറ്റർ തീരം ഇങ്ങനെ സ്നാനഘട്ടങ്ങളായി ഒരുക്കിയിട്ടിരിക്കുന്നെങ്കിലും ഇവിടെ സ്നാനം ചെയ്യാനാണ് കൂടുതലും ഭക്തർ ആഗ്രഹിക്കുന്നത്. അതിനായാണ് ഈ ഭക്ത കോടികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇതാണ് ആ ത്രിവേണി സംഗമ ഭൂമി. ഗംഗ, യമുന, അതേപോലെ തന്നെ സരസ്വതി നദി എന്നിവ സംഗമിക്കുന്ന ആ ഭൂമി. ഈ 144 വർഷങ്ങൾക്ക് ശേഷമുണ്ടായ മഹാകുംഭമേള, ആ കുംഭമേള സമയത്ത് സ്നാനം ചെയ്യുവാൻ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തുന്നു. വിവിധ സന്യാസി സമൂഹങ്ങളെത്തുന്നു. അതേപോലെ തന്നെ ടിബറ്റൻ ലാമമാരടക്കമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം, ഇങ്ങനെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള ആത്മാന്വേഷികളുടെ ഒരു സാന്നിധ്യം ഈ കുംഭമേള നഗരിയിലുണ്ട്. അതുതന്നെയാണ് ഈ കുംഭമേള നഗരിയെ വേറിട്ടതാക്കുന്നതും.